എറണാകുളം കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വോട്ട് അസാധുവാക്കാൻ യുഡിഎഫിൽ ആലോചന. യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് നീക്കം. എറണാകുളം കോർപ്പറേഷനിൽ യുഡിഎഫ് വിമതരെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം ഇതുവരെ ഫലം കണ്ടില്ല. വിമതർക്ക് പിൻവാങ്ങാൻ 2 ദിവസം കൂടി ഡിസിസി സമയം അനുവദിച്ചിട്ടുണ്ട്. കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന എൽസി ജോർജ് പത്രിക തള്ളിയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ മാത്രമേ ഇനി അവസരമുള്ളൂ. കടമക്കുടിയിൽ LDF BJP സ്ഥാനാർത്ഥികൾ മാത്രമായ സാഹചര്യത്തിൽ UDF വോട്ടർമാരോട് അസാധു വോട്ടിന് ആഹ്വാനം ചെയ്യാനാണ് DCCയുടെ നീക്കം. 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന എൽസി ജോർജ് പത്രികയുടെ കാര്യത്തിൽ കടുത്ത അനാസ്ഥയാണ് കാണിച്ചതെന്നാണ് DCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി നേതാക്കളോട് ആശയവിനിമയം നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം എൽസി പത്രിക തയ്യാറാക്കിയതാണ് പ്രശ്നമായതെന്നും നേതാക്കൾ പറയുന്നു. കൊച്ചി കോർപ്പറേഷനിൽ UDFന് 13 വിമതരുണ്ടെങ്കിലും 4 വിമതരെയാണ് കോൺഗ്രസ് ഗൗരവമായി കാണുന്നത്. ഇവരെ പിന്മാറ്റാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. വിമതർക്ക് 2 ദിവസം കൂടി സാവകാശം നൽകിയ ശേഷം നടപടിയെടുത്താൽ മതിയെന്നാണ് DCCയുടെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കൾക്ക് പിഴച്ചതുകൊണ്ടാണ് ഇത്രയും വിമതർ ഉണ്ടായതെന്ന ചർച്ചയും കോൺഗ്രസിലുണ്ട്. മീഡിയ 1 കൊച്ചി.